ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് പരിപാടിക്ക് പോവാണ്. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. ഞങ്ങൾക്ക് ഇന്ന് കൊല്ലത്ത് കാട്ടിൽ മേക്കാത്തിൽ അമ്പലത്തിലെ പരിപാടി അല്ലേ? മണിയെട്ട് അമ്പലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കണം. അതെ, അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഫോക്ക് ഇന്ത്യക്ക് അവിടെയാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് എല്ലാവരും സെറ്റായിട്ട് ഇരിക്കുവാണ്. ഇനി കുറച്ച് പേരും കൂടെ വരാനുണ്ട്. എല്ലാവരും വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഞങ്ങൾ എന്നിട്ട് എല്ലാവരും വന്നിട്ട് പോവായിരിക്കും അല്ലേ? ഇതാണ് ഞങ്ങളുടെ വണ്ടി, കണ്ടോ, ഫോക്ക് ഇന്ത്യ നാട്യം മഞ്ച്. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി കയറി പോകുന്നതായിരിക്കും. കുക്കു സാറുണ്ട്, പ്രണവുണ്ട്, ഞങ്ങളുടെ സുരേഷ് ചേട്ടനുണ്ട്, അമ്പുണ്ട്, ആദിമോനുണ്ട്. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ പോകുമ്പോൾ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി ഗൈസ് അല്ലേ കൊച്ചു. ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിനുണ്ട് ഇവിടെ. ഹായ് പറ, ഹായ് പറ. സ്വാമി ശരണം. ഞങ്ങള് കാട്ടിൽ മേക്കാത്തിൽ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. കൊള്ളാട്ടോ, പക്ഷെ ഞാൻ ഫുള്ളൊന്നും കണ്ടില്ല, ജസ്റ്റ് വന്നതേ ഉള്ളൂ. കടലിൻ്റെയും കായലിൻ്റെയും നടുക്കായിട്ട് എന്തോ ഈ അമ്പലം. ഞങ്ങൾ ഏതായാലും അമ്പലത്തിലൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ കാണണം. അവിടെ കുറേ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കൊള്ളാം. ഏത് പയ്യന്മാരേതാ ഓരോരുത്തരെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരും. നിനക്കറിയോ കൊച്ചു? നീ അമ്പലത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാ? സനു ഉണ്ട്, ഇവനൊക്കെ ഏതാ, എല്ലാരും ഉണ്ട്. ഇതാണ് ഗൈസ് സ്റ്റേജ്. കൊള്ളാം. ബാക്കിലും സൈഡിലൊക്കെ ഫുൾ LED വാളാണ്. എനിക്ക് LED വാൾ അത്ര ഇഷ്ടമല്ല. കുഴപ്പമില്ല. ഇതാണ് സ്റ്റേജ്. ഇന്ന് പരിപാടി ചെയ്യാൻ പോവാണ് ഇവിടെ. ഞങ്ങൾ ബജ്ജി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ എല്ലാവരും ഞങ്ങൾ കറങ്ങി ചുമ്മാ നടക്കുവാണ്. കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടാ. നൈറ്റ് ആകുമ്പോൾ രസമായിരിക്കും അല്ലേ? ഞാൻ അഭിനയിക്കണ തെണ്ടി എന്നെ കളിയാക്കാം. നൈറ്റ് ആകുമ്പോൾ ലൈറ്റൊക്കെ വന്ന് സൂപ്പർ ആയിരിക്കും. ഇപ്പം ഞങ്ങൾ ചുമ്മാ ഇവിടെ കൂടെ നടക്കുവാണ്. കുറേ അറ്റം വരെ കടയുണ്ട്, നിറച്ച് കട. എന്താണ് ചിന്തമിഴിൻ കൊടിച്ചുമ്പൂവേ ചിലമ്പതികാരത്തിൻ തായേ. ഇതിവിടെ ഈ അമ്പലത്തിൽ ഒരു ആചാരമാണ്. എനിക്കിത് കറക്റ്റ് എന്താണെന്ന് അറിയില്ല. ഭജന ഇരിക്കുന്നെന്നാ പറഞ്ഞ. ഇതെന്താ കുക്കു?
ചായ അല്ല ഈ കുടിന് കെട്ടിയേക്കെന്തിനാ? ഇത് എന്താണ് ഫാമിലീസ് വന്ന് ഇവിടെ ഇങ്ങനെ കുടില് കെട്ടിയിട്ട് ഭജന ഇരിക്കുന്നെന്നാ പറഞ്ഞ. ഈ വൃശ്ചിക മാസത്തിലെ ഇതില് എന്തോ ഭജന ഇരിക്കുന്നെന്നാ പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയില്ല ഇതിനെപ്പറ്റി. ഇവർക്കും അറിയാൻ പാടില്ലേ? ഞാനിവിടെ ആദ്യമായിട്ടാ വരുന്നത്, അതുകൊണ്ട് അറിയാൻ പാടില്ല. എന്നാ പറഞ്ഞ ഭജന ഇരിക്കുന്ന സംഭവം എന്നാ പറഞ്ഞ. ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ചായ. ഫുൾ ടൈം ഫുഡിയാണ് ഞങ്ങടെ. അല്ലേ കുക്കു? അതെ. ഇവിടെ കുരുത്തോല പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വന്നിട്ട് ഏകദേശം കുറെ സമയം വന്നിട്ട് അത്യാവശ്യം ടൈമായി. രാത്രി 10 മണിക്കാണ് പരിപാടി. അപ്പം നമുക്ക് ഇനിയും കുറേ ടൈം ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കുരുത്തോലയെല്ലാം വിഷ്വലിനുള്ള കുരുത്തോലയെല്ലാം ഇവർ സെറ്റാക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ഇവരിതൊക്കെ എല്ലാം സെറ്റാക്കി സ്റ്റേജ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പരിപാടി തുടങ്ങുന്നതായിരിക്കും. പരിപാടി എന്തോരം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇച്ചിരി ക്ലിപ്പൊക്കെ ഞാൻ ഇടാം. ഞങ്ങൾ ഇവിടെ നല്ല വെട്ടല്ലേ, കൊള്ളാല്ലേ? ഇപ്പുറത്താടാ കേൾക്കയല്ലോ എന്റെ വാണിവേ ആവാകബാലൻ കേട്ടുകൊണ്ട പൂണാരത്തിന്റെ ഗുരു കെട്ടാരിച്ച മണമുള്ള താഴ്ചിലമ്പ താരകരോ കയ്യിലെടുത്തുകൊണ്ട. ഇതാണ് ഗൈസ് മണിയട്ട് അമ്പലത്തിലെ മരം. മണി നോക്കി, മണി മാത്രമേ ഉള്ളൂ അമ്പലത്തില്. അല്ല, മണി മാത്രമേ ഉള്ളൂ മരത്തിൽ. എന്തോരം ഞങ്ങൾ പോവാ. ഞങ്ങൾ തൊഴുതു വന്നിട്ട് ഇപ്പോഴൊന്ന് സമയം കിട്ടിയത്. ടാറ്റ പറ. അങ്ങനെ ഇപ്പൊ സമയം 1:15 ഗൈസ്. പരിപാടി കഴിഞ്ഞു. ആ ലാസ്റ്റ് മിനിറ്റിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. റെഡി ആവാൻ തന്നെ സമയം ഉണ്ടായി. പ്രണവ് എല്ലാവരും പരിപാടിയിൽ ക്ഷീണിച്ചിരിക്കുവാണ്. എന്താ അങ്ങനെ 1:15 ഏകദേശം ഒരു 11 മണി 10:30 മുന്നേ പരിപാടി തുടങ്ങി. ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് പരിപാടി കഴിഞ്ഞത്. ഞാൻ ആകെ ടയേർഡാണ്. പക്ഷെ പരിപാടിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കായതുകൊണ്ട്. ഇപ്പം ഇവിടെ സെറ്റൊക്കെ അഴിച്ച് കുറച്ചധികം നേരം കഴിയും ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും. ഇപ്പോൾ 1:15 ഒരു 2:15 ഏകദേശം ഒരു 3 മണിയെങ്കിലും ആവും ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം പാക്കപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഇവരുടെ ഊഴമാണ്. ഇത്രയും നേരം ഞങ്ങൾ ആടിത്ത് നിൽക്കായിരുന്നു. ഇനി ഇവർ കേബിളൊക്കെ മടക്കി കഷ്ടപ്പെടട്ടെ, പണി ചെയ്യട്ടെ. അല്ലേ സാനു, നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ കാണുന്നു, പക്ഷെ പേര് എനിക്ക് മറന്നുപോയി. ബിനു ചേട്ടനുണ്ട്, അനന്തു ടെക്നീഷ്യന് തുടങ്ങണ മുതൽ അവസാനം കയറി പോകുന്നത് വരെ അനന്തുവിന് പണിയാണ്. ബിനു ചേട്ടനൊക്കെ ഇനി കേബിളൊക്കെ മടക്കിയത് ഇനി കുറേ ഉണ്ട്. ഇനി എല്ലാത്തിനെയും മൈക്കും എല്ലാം സെറ്റാക്കി ഈ സ്പീക്കറൊക്കെ എടുത്ത് കയറ്റുമ്പോഴത്തേക്കും ഒന്ന് തടി ഇളകട്ടെ, ഒന്ന് അതെ പണിയൊക്കെ ചെയ്യട്ടെ ഒന്നല്ലേ. അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇനി റെസ്റ്റ് ആണ്. അവർ പണി ചെയ്യട്ടെ, ഞങ്ങൾ ശല്യപ്പെടുത്തുന്നില്ല. ഞാനും സാനും കൂടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഹലോ, നമസ്കാരം.
നമ്മുടെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. പേര് പറ. കരുനാഗപ്പള്ളി കോഴിക്കോട്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഓക്കെ. ഇവരെ അടുത്തന്നെയാണ് വീട്. കരുനാഗപ്പള്ളി കോഴിക്കോട്. ഇവിടെ കോഴിക്കോട്. ഞാൻ വണ്ടിക്ക് വന്ന സമയത്ത് ഞാൻ വായിച്ചേ കോഴിക്കോട്. കോഴിക്കോടാ. അപ്പൊ ഞാൻ ആരോടും പറഞ്ഞില്ല. ഇത് പറഞ്ഞ തെറ്റിപ്പോലെ ഞാൻ എന്നെ കളിയാക്കും. അപ്പൊ അഴീക്കോട് വേണേ ഞാൻ അവസാനം മാത്രം വായിച്ചായിരിക്കും. അങ്ങനെ ഒന്നും സ്ഥലമില്ല ഇവിടെ. അഴീക്കലാണല്ലേ? ഓക്കെ ഓക്കെ. കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഉണ്ട്. അവിടെയാണ് ചേട്ടൻ്റെ വീട് അല്ലേ? ഓക്കെ. തമ്പുരാൻ ചേട്ടൻ എന്നെ ഞങ്ങളുടെ അണ്ണനാണ്. എൻ്റെ അണ്ണൻ. എൻ്റെ വേറെ അണ്ണനുണ്ട്. ഇത് എൻ്റെ പുന്നാര അണ്ണൻ. ഞങ്ങൾക്ക് ഇനി റെസ്റ്റാണ്. ഇനി ബാക്കി എല്ലാവരും പണി ചെയ്യട്ടെ. ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കും. മെയിൻ അരിവെപ്പ് ഇതിലെ മെയിൻ അരിവെപ്പ് ഇവനാണ്. ഇവന്റെ അരി എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നടക്കും അല്ലേ ഏട്ടെ? ഇവൻ ഭയങ്കര അരിവെപ്പല്ലേ? ചോദിക്കുന്ന പരിപാടിയിൽ തകർക്കണേർന്നല്ലേ? ഷോ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ബിസി ആയിരിക്കും. അപ്പം നമുക്ക് അല്ലേ കൊച്ചു? എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി? എങ്ങനെയുണ്ടായി? നല്ല പരിപാടിയായിരുന്നല്ലേ? നല്ല ഓഡിയൻസും കുറേ ഓഡിയൻസൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ സനു തൂട്ടി കൊട്ടാൻ പോവാണ്. അപ്പോൾ അനന്തുവിൻ്റെ പാക്കിംഗ് പരിപാടിയും ചേട്ടയൊക്കെ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പണിയെടുക്കുക. ഇനി സെറ്റ് എങ്ങനെ അഴിക്കാം, എത്രയും പെട്ടെന്ന് സെറ്റ് എങ്ങനെ അഴിക്കാമെന്ന് ഞങ്ങളുടെ ആശ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആശ അവിടെ നിന്ന് കേബിൾ മടക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു ചേട്ടൻ കപ്പയുണ്ട്, എല്ലാം ഉണ്ട്. ചേമ്പുണ്ട്, കപ്പയുണ്ട്, സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. ഇത് മധുരക്കിഴങ്ങ. അങ്ങനെ അതിന് പറയുന്ന അല്ലേ സുരേഷ് ചേട്ടാ? മണ്ടന്മാർക്ക് അറിയില്ല. അതെ, ഞങ്ങൾക്ക് അങ്ങനെ പറയുന്നല്ലേ. ഞങ്ങൾ തിന്നട്ടെ. ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ്. പരിപാടി കഴിഞ്ഞ് ഞാനിനി വണ്ടി പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. വണ്ടി പെട്ടെന്ന് വരും. ഹലോ ഗൈസ്, ഇന്നലെ പരിപാടി കഴിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ വണ്ടി പോയി കിടന്ന് ഉറങ്ങി. നല്ല രീതിക്ക് ക്ഷീണമുണ്ടായി. എന്ന് വെച്ചാൽ കുറേ നാളെ പരിപാടി ചെയ്തിട്ട്. അപ്പോൾ വണ്ടി പോയി കിടന്ന് ഉറങ്ങി. 7 മണിയായി. ഇപ്പോൾ ആലപ്പുഴ എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് കുമ്പളങ്ങിക്ക് എങ്ങനെ പോയാലും ഒരു 1.5 മണിക്കൂറുണ്ട്. ഇനി ഇവിടെ നിന്ന് കുമ്പളങ്ങിയിലേക്ക് പോകണം. ഇവിടെ എല്ലാവരും സാധനമൊക്കെ ഇറക്കും. അവിടെ വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കുന്നുണ്ട്. നമുക്ക് മൊമെൻ്റ് കിട്ടിയതാണ്. അവിടെ സാധനമൊക്കെ ഇറക്കുവാണ്. ഇനി അതെല്ലാം ഇറക്കിക്കണ്ടും കൺമശിയൊന്നും പോയിട്ടും കൂടെ ഇല്ല. അപ്പം ഇനി ഇവിടെ നിന്ന് പോകണം.